ശബരിമലയിൽ പുതിയ പുതിയ ഉത്സവത്തിൻ്റെ ഒരു രീതി ഒരല്പം മാറുകയാണ്. ഇന്നത്തെ ഈ മകരവിളക്ക് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ശ്രദ്ധാകേന്ദ്രം അങ്ങ് മാളികപ്പുറമാണ്. മാളികപ്പുറത്ത് നിന്നുള്ള ഘോഷയാത്ര തുടക്കം ആകും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിനുവേണ്ടി നായാട്ടുവിളി സംഘം ഉള്ളവർ ഈ ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. ഓരോ ദിവസം ഓരോ തരത്തിലാണ്, ഓരോ ഭാവത്തിലുള്ള അയ്യപ്പൻ്റെ ഘോഷയാത്രയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഘോഷയാത്രയുടെ പ്രത്യേകത. കൊമ്പൻ മീശയുള്ള അയ്യപ്പൻ വരെയുണ്ട് അതിൽ എന്നുള്ളതാണ് അതിലെ ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അങ്ങനെ അവർ ഓരോ ദിവസവും മാളികപ്പുറത്ത് നിന്ന് ഘോഷയാത്ര നടത്തി ഈ 18-ാം പടിക്ക് താഴെ എത്തി നായാട്ടുവിളി നടത്തി മടങ്ങുന്ന സ്ഥിതിയായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ആചാര രീതി ഉണ്ടാകുക. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഈ ശബരിമല സന്നിധാനം പതുക്കെ ഒരു സന്ധ്യയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഈ സന്ധ്യയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചയായിരുന്നു ഈ ശബരിമല സന്നിധാനത്തെത്തിയ കാത്തുനിന്ന മുഴുവൻ ഭക്തരും ഉണ്ടായിരുന്നത്. അങ്ങ് പൊന്നമ്പലമേട് ഉൾപ്പെടെ നമുക്ക് അങ്ങ് കാണാം. ഇപ്പോൾ നിലവിൽ പ്രകാശം പൂർണ്ണമായും ഉള്ളതുകൊണ്ട്, പ്രകാശം മാറാത്തതുകൊണ്ട് പൊന്നമ്പലമേടിൻ്റെ കാഴ്ചയും ദൃശ്യമാണ്. അവിടെ ഒരല്പം കൂടി കഴിഞ്ഞാൽ പതുക്കെ ദീപാരാധന കഴിയുന്നതോടുകൂടി പിന്നീട് അവിടെ ആ കാഴ്ച മങ്ങുന്ന സമയത്താണ് ദീപാരാധനയ്ക്ക് ഏതാണ്ട് പരിപൂർണമായും ദീപാരാധന കഴിയുന്ന സമയത്താണ് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം ഉണ്ടാകുക. അവിടെ പൊന്നമ്പലമേടിൻ്റെ വിദൂര ദൃശ്യവും ഈ സന്നിധാനത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്തായാലും അതിനുവേണ്ടിയാണ് ഈ ഭക്തരാകെ ഈ ശബരിമല സന്നിധാനത്ത് തടിച്ചു കൂടിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. അനുമോദ്, ഇനിയും ഉള്ള നിമിഷങ്ങൾ ഈ തിരുവാഭരണ ഘോഷയാത്ര ഈ പൊന്നും 18-ാം പടി കടന്ന് ഈ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വൈകാതെ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ശരംകുത്തിയിൽ അല്ലേ? ശരംകുത്തിയിലേക്കാണ് ഇനിയുള്ള കാഴ്ച മുഴുവൻ. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ശരംകുത്തിയിലെത്തിയാൽ അല്പസമയം ഒരുപക്ഷെ വിശ്രമിച്ചതിന് ശേഷം ഈ സംഘം ഇത് ഏറ്റുവാങ്ങുന്നു. അതിനുശേഷം 18-ാം പടിയിലേക്കുള്ള അവരുടെ യാത്രയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലവട്ടം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നടപ്പന്തലിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു ആരവമുണ്ട്, ശരണം വിളി. നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന ആളുകൾ ഈ തിരുവാഭരണത്തിൻ്റെ പേടകം കാണുമ്പോൾ തന്നെ അവർ ഭക്തിപൂർവ്വം ആർത്ത് വിളിച്ച് ശരണം വിളിച്ച് അതിനെ എതിരേൽക്കുകയാണ്. തുടർന്ന് 18-ാം പടിയിലേക്ക് കയറുന്നതോടെ ആ ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഈ ഒരു സന്നിധാനം മുഴുവൻ അങ്ങ് മാറുകയാണ്. ആ 18-ാം പടിയിലൂടെ ഓരോ പേടകങ്ങളായിട്ട് കയറി വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കഴിഞ്ഞ 2 വർഷം മുതൽ ഒരു കാഴ്ച. വല്ലാത്ത ഒരു അന്തരീക്ഷം. അതുവരെ നിശബ്ദരായി എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഇത് കാണുമ്പോൾ ശരണം വിളിക്കാൻ ഉച്ചത്തിൽ കണ്ഠം പൊട്ടുമാറ് ആ ശരണം വിളിക്കുന്ന അതിൻ്റെ ഒരു നിമിഷമാണ് നമ്മളൊക്കെ ആ സമയത്ത് കാണുന്നത്. ഒരു ഹൈ മൊമെൻ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സമയമാണ്. ഭക്തിയുടെ ഒരു പാരമ്യത്തിലേക്ക് ഈ ഒരു തീർത്ഥാടക വൃന്ദം, ഈ ഒരു ക്ഷേത്രം, ഈ ക്ഷേത്ര പരിസരം എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുന്നതിൻ്റെ ഒരു നിമിഷമാണ്. തീർച്ചയായും എന്തായാലും ഭക്തി അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഞാൻ വീണ്ടും ശ്രീജിത്തിലേക്കും അനുമോദിലേക്കും വരും. നമ്മുടെ അതിഥികൾ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ശ്രീ ഹരിപത്തനാപുരം, നമ്മളിപ്പോൾ ഇതാ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. അയ്യപ്പൻ്റെ അതിനുശേഷം ഒരു വലിയ ദീപാരാധന ഉണ്ടാകും. ആ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ഉണ്ടാകും. അത് കാണാൻ വേണ്ടിയാണ് ഒരു സെക്കൻഡ് പോലും ചിലപ്പം ഈ ഭക്തർക്കതൊന്നും കാണാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതൊന്ന് കാണാൻ വേണ്ടി, അത് കണ്ടു കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ അല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ സായുജ്യമടഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അവിടെ എത്തിയത്. അപ്പോൾ എന്തായാലും ആ കാഴ്ചയ്ക്കായുള്ള കാത്തിരിപ്പാണ്. അതിനുശേഷം പൊന്നമ്പലമേട്ടിൽ ജ്യോതി തെളിയും, അതിനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്കൊരു സംശയമുണ്ട്. അതായത് നമ്മൾ എല്ലാവരും, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കുള്ളൊരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ദിവസം, അതായത് ഈ മകരജ്യോതി തെളിയുന്ന ദിവസം ഈ അയ്യപ്പന് ചാർത്താൻ വേണ്ടി തിരുവാഭരണം കൊണ്ടുവരുന്നത്? അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ ഈ മണ്ഡലകാലത്ത് മുഴുവൻ എന്തുകൊണ്ടാണ് തിരുവാഭരണം ചാർത്താത്തത്? തിരുവാഭരണം എന്ന് പറയുന്നത് പവിത്രമായ ആഭരണങ്ങളാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അത് ഈ മകരവിളക്ക് ദിവസമാണ് അത് ചാർത്തി ശാസ്താവിനെ അയ്യപ്പൻ എന്ന നിലയിൽ കാണുന്നത്. അത് പന്തളം കുടുംബവുമായുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പന്തളത്തെ കുടുംബാംഗങ്ങൾ അവർക്ക് ശാസ്താവിനെ അയ്യപ്പനായി ആ ആഭരണങ്ങൾ മുഴുവൻ ചാർത്തി കാണുന്നത് ഇന്നത്തെ ഒരു ദിവസമാണ്. അത് ആ കാഴ്ച കാണാൻ വേണ്ടിയാണ്
പന്തളത്ത് നിന്ന് തിരുവാഭരണങ്ങളൊക്കെയായി ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്നത്. പ്രധാനമായിട്ട് ധാരാളം പേടകങ്ങളുണ്ടെങ്കിലും 3 പേടകങ്ങളിലാണ് ഈ തിരുവാഭരണം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത്. പന്തളത്തെ വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കാണ് ഇത് കൊടുത്തുവിടുന്നത്. അത് 1-ാം പേടകത്തിൽ തിരുവാഭരണങ്ങളുണ്ട്, 2-ാം പേടകത്തിൽ അതിന് പൂജാപാത്രങ്ങളാണ്. ഇത് ആഭരണങ്ങൾ മാത്രമല്ല, ഈ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇത് കൊണ്ടുവരുന്നത് തിരുവാഭരണങ്ങൾ കൂടാതെ പൂജാപാത്രങ്ങളുണ്ട്, കുടിക്കൂറകളുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് അവിടെ ഇന്ന് അയ്യപ്പനെ, ശാസ്താവിനെ ഈ ആഭരണങ്ങൾ മുഴുവൻ ചാർത്തി അയ്യപ്പനായി രാജകുമാരനായി കാണുമ്പോൾ ഇന്ന് നടക്കുന്ന പൂജയ്ക്കൊക്കെ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള എല്ലാം സ്വർണം കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ട പാത്രങ്ങളാണ്. 1-ാം പേടകത്തിൽ തിരുമുഖമുണ്ട്, അതായത് ശ്രീധർമ്മശാസ്താവിൻ്റെ മുഖച്ചാർത്ത് എന്നറിയപ്പെടുന്ന തിരുമുഖമാണ് 1-ാമത്തെ പേടകത്തിലുള്ളത്. അതുപോലെ വ്യത്യസ്തമായ ശരപ്പുളിമാലയുണ്ട്, തുടങ്ങി 3 തരത്തിലുള്ള മാലകൾ പേടകത്തിലുണ്ട്. അതേപോലെ തങ്കത്തിൽ തീർത്ത വാള് കൊണ്ടുവരുന്നുണ്ട്. ആഭരണങ്ങൾ എല്ലാം അടങ്ങുന്ന ഒരു പേടകമാണ്. 2-ാമത്തെ പേടകത്തിൽ പൂജാപാത്രങ്ങളാണ്. അത് തനി തങ്കത്തിൽ തീർത്ത പൂജാപാത്രങ്ങളാണ്. ഇത് പ്രധാനപ്പെട്ട ഇനിയുള്ള പൂജകൾക്കായി ഉപയോഗിക്കപ്പെടുന്നത് ഈ പാത്രങ്ങളാണ് എന്നുള്ളതാണ്. 3-ാം പേടകത്തിൽ ഇഞ്ചിപ്പാറ കോട്ടമലയെന്നും തലപ്പാറ മലയെന്നും പറയുന്ന 2 കാനന ക്ഷേത്രങ്ങൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ കാനന ക്ഷേത്രങ്ങളും ശബരിമലയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഐതിഹ്യം. പണ്ട് കാലത്തൊക്കെ പറഞ്ഞു വന്നത് ഈ കാനന ക്ഷേത്രങ്ങളിലെ ഉത്സവവുമായി ഈ മകരവിളക്ക് മഹോത്സവത്തിന് ബന്ധമുണ്ട് എന്നാണ്. ഈ കാനന ക്ഷേത്രങ്ങളുടെ പ്രതീകമായാണ് പേടകത്തിൽ 3-ാമത്തെ പേടകത്തിൽ ഈ കൊടിക്കൂറകൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് വിശ്വാസം. ഇതോടൊപ്പം തന്നെ മുത്തുക്കുടകളുണ്ട്, സ്വർണം പതിച്ച മുത്തുക്കുടകളാണിത്. അങ്ങനെ ഭക്തി നിർഭരമായി ആചാരപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണിത്. ഈ ദിവസമാണ് ആ ഒരു രാജകുമാരനായി ഈ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് നമ്മൾ ഭക്തജനങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിലെ അംഗങ്ങൾക്കും അടക്കം ഇത് കാണുവാനുള്ളൊരു സൗകര്യമാണ്. ഇന്നൊരു ഭക്തിയുടെ പരമകോടിയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുതന്നെ ആചാരപരമായി ഏറ്റവും പ്രാധാന്യം, ഇതിൻ്റെ ആചാരപരമായ പ്രാധാന്യമൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഏറ്റവും മികച്ച ഒരു ഭക്തി നിർഭരമായ ഒരു കാഴ്ച ഒരുക്കുന്ന ഒരു ദിവസമാണ്. അതിനാലാണ് ഇന്ന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ശബരിമലയിൽ എത്തുകയും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇത് ഈ ഒരു സമയത്തിന് വേണ്ടി, ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഇന്ന് കാത്തിരിക്കുകയും ചെയ്യുന്നത്. അതാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാനുള്ള കാത്തിരിപ്പാണ്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ശ്രീ വിനോദ് കുമാർ, നമുക്ക് ഈ 18-ാം പടി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 18-ാം പടി ഈ ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി കയറാൻ സാധിക്കില്ല. പക്ഷേ ഇന്നത്തെ ദിവസം തന്ത്രി കൊടുക്കുന്ന മാലയിട്ടാൽ ആ ഉദ്യോഗസ്ഥരെന്ന് വിളിക്കാൻ പാടില്ല, അവിടുത്തെ അയ്യപ്പന്മാർക്ക്, അവർക്ക് ഇരുമുടിക്കെട്ടില്ലാതെ തിരുവാഭരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പടി കയറാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ 18-ാം പടിയുടെ ഒരു പ്രത്യേകത? സ്വാമിയെ ശരണമയ്യപ്പ. ശ്രീ ഹരിപത്രാപുരം സൂചിപ്പിച്ചതിന് അനുബന്ധമായി തന്നെ ഒന്നുകൂടി ഞാൻ പറയട്ടെ. ഇന്നത്തെ ദിവസം തന്നെ ആ തിരുവാഭരണം ചാർത്താനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.